മറ്റൊരു വാർത്ത, പാതിവില തട്ടിപ്പ് കേസിൽ ഇഡി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഇഡിക്ക് കേസെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്ക് വളരെ വേഗം വാർത്തയുടെ വിവരങ്ങളിലേക്ക് ഇടവേളയ്ക്ക് മുൻപ് വാർത്തയിലേക്ക് പോകാം. അർച്ചന തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഇഡിയുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വിവരങ്ങൾ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലേക്കാണ് ഇപ്പോൾ ഇഡി കടന്നിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി ഇത് അന്വേഷിക്കുമെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാതിവില തട്ടിപ്പ് കേസിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഇഡി കൊച്ചി യൂണിറ്റാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ ഇഡി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇഡി അന്വേഷണം. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ അടക്കം ഫോട്ടോകൾ ഇതിനായി ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇഡി സംഘങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ കള്ളപ്പണ ഇടപാട് അടക്കം നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിനു കൂടിയാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് ഇഡി കടക്കാനാണ് സാധ്യത. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം വിശദമായ വിവരങ്ങൾ തേടിയായിരിക്കും അന്വേഷണം പുരോഗമിക്കുന്നത്. തീർച്ചയായും അർച്ചന, അതായത് ഈ കേസുകളെ മുഴുവൻ, വിവിധ ജില്ലകളിലുള്ള തട്ടിപ്പുണ്ടല്ലോ, ഈ കേസുകളെ മുഴുവൻ ഏകമായിട്ടാണോ ഇഡി കാണുന്നത്, അതോ ഈ BJP നേതാക്കളൊക്കെ ഉൾപ്പെട്ട കേസുകളൊന്നും എടുക്കുന്നില്ല? ഏതൊക്കെ കേസുകളാണ് എടുത്തിരിക്കുന്നത്, അതോ മൊത്തത്തിലാണോ കേസെടുത്തിരിക്കുന്നത്? ഇഡിയുടെ എന്താണ് അതിന്റെ വിശദീകരണം? നിലവിൽ മൊത്തത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ പരിശോധിക്കുന്നത്. അതിൽ വിവിധ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം തന്നെ പരിശോധിക്കും. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ടോ ഇതിന്റെ മറവിലെന്നാണ് ഇവർ പ്രധാനമായും അന്വേഷിക്കുക. ഇതിനുള്ള നടപടി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇഡി വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത്. പല ജില്ലകളിലായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇഡി പരിശോധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവരിലെല്ലാം തന്നെ ഇഡി വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും. ഇതാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം ഇഡി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കേസ് എടുക്കേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഇഡി വൃത്തങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ECIR ഇഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അതിൽ കൊച്ചി യൂണിറ്റാണ് ഇപ്പോൾ നിലവിൽ ഈ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി അർച്ചന, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇഡിയുടെ തട്ടിപ്പിന്റെ. ഇത്തിരി താമസിച്ചാലും ഏറ്റെടുത്തു കേസ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.